കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ടു വന്നത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM ഒരുപക്ഷെ ഒരു ഭൂരിപക്ഷ വോട്ടിൻ്റെ അല്ലെങ്കിൽ അത് നേടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ വലിയ ക്യാമ്പയിൻ ചെയ്യാണ് എന്നൊരു ആരോപണം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ഈ പുതിയ ഒരു സമയത്ത് ന്യൂനപക്ഷങ്ങളുടെ ഒരു കൺസോളിഡേഷൻ UDFന് അനുകൂലമാണ് എന്നത് ഒരു പൊതു നിരീക്ഷണമായി അവിടെ നിൽക്കുന്നുണ്ട്. എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ മാറ്റം ആ ഭാഗത്തുണ്ടായിട്ടുണ്ട്? ന്യൂനപക്ഷങ്ങളായാലും ഭൂരിപക്ഷമായാലും അവരുടെയൊക്കെ വോട്ട് നിലപാടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. കേരളത്തിലെ ജനങ്ങൾ വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ ബുദ്ധിപരമായി വോട്ട് ചെയ്യുന്ന ജനവിഭാഗമാണ് എല്ലാവരും. അവർക്കറിയാം ആരാണ് ഞങ്ങളെ കളിപ്പിക്കുന്നത്, ആരാണ് ജെന്യൂനായിട്ടുള്ള പൊളിറ്റിക്സ് ചെയ്യുന്നത് അവർക്ക് നന്നായിട്ടറിയാം. ഇവിടെ വന്നത് എന്താണ്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തോറ്റു. ഒരു 2 ആഴ്ച കൊണ്ട് നമ്മൾ കണ്ടെന്താണ്, ഒറ്റ അടിക്ക് CPM നിലപാട് മാറ്റുകയാണ് പല ഇഷ്യൂസിലും. ഞാൻ ചോദിച്ചോട്ടെ, ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ, പ്രത്യേകിച്ച് നേരത്തെ 5-ന് BJPയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതെ കാണിക്കാൻ പറ്റൂ? ഞാൻ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചോദിക്കുകയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിട്ട് മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ഒരു തെറ്റുള്ള കാര്യമല്ല ആഭ്യന്തരമന്ത്രി കാണേണ്ടത്. പക്ഷേ കൂടിക്കാഴ്ച എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? അമിത്ഷായുടെ വീട്ടിൽ. ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു കൂടെ? ഇല്ല. കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിമാരിൽ വീട്ടിൽ അമിത്ഷാ കണ്ട ഏക മുഖ്യമന്ത്രി ആരായിരുന്നു? പിണറായി വിജയൻ. വാട്ട് ഈസ് ദ അജണ്ട? എന്താണ് അജണ്ട? കേരളത്തിൻ്റെ അജണ്ടയാണെങ്കിൽ അവിടെ ഉദ്യോഗസ്ഥന്മാർ ഇരിക്കും എന്തായാലും, അല്ലാതെ അജണ്ട ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ധനമന്ത്രിയായിട്ട് കേരള ഹൗസിൽ അന്നും ഉദ്യോഗസ്ഥന്മാരില്ല. ഗവർണർ ഉണ്ടായിരുന്നു. ഗവർണർ ഉണ്ടായിരുന്നു. ആ ഗവർണർ എങ്ങനെ അന്ന് വന്നു? മധ്യസ്ഥനാണോ? അറിയില്ല. അപ്പോൾ അസാധാരണമായിട്ടുള്ള ഈ 2 കൂടിക്കാഴ്ചകൾ കണ്ട് ഒരു സുപ്രഭാതത്തിൽ PMCയിലൊന്ന് ഒപ്പിടുകയാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, CPI ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച്, CPI മിനിസ്റ്റേഴ്സ് ഈ വിഷയം PMCയിൽ ഒപ്പിടരുതെന്ന് മന്ത്രിസഭാ യോഗത്തിൽ പറയുന്ന ദിവസം അതിന് മുൻപേ ഇത് ഒപ്പിട്ടിരിക്കുകയായിരുന്നില്ലേ? സ്വന്തം മന്ത്രിമാരെ പോലും വിശ്വാസത്തിലെടുത്തിട്ടുണ്ടായിരുന്നു. അവരെ പോലും മറച്ചു പിടിച്ചിട്ടില്ലേ ഈ ഒപ്പിട്ടത്? CPIക്കാർക്ക് പിന്നെ അതിൽ പരിഭവം ഉണ്ടാവില്ല, അതെനിക്കറിയില്ല. പക്ഷേ 4 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ, ഒരു വലിയ പാർട്ടിയെ, 2ാമത്തെ പാർട്ടിയിലെ മിനിസ്റ്റേഴ്സിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഒരു കരാറിൽ ഒപ്പിടണമെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ആ കരാറുണ്ടായത്? KC, എനിക്ക് അവസാനം വരുമ്പോൾ ഒരു ചോദ്യമുള്ളത്, ഇപ്പോൾ 2021 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായി തന്നെ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട്? അതിൽ എന്തൊക്കെ ഘടകങ്ങളാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് സംഘടനാപരമായി മാത്രമല്ല രാഷ്ട്രീയമായി കൂടി UDF പല നിലയിലും എനർജൈസ്ഡ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു വിന്നബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതൊക്കെ. അതിനകത്ത് ഘടകമായി പ്രവർത്തിച്ചത് എന്തൊക്കെയാണ്? പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം എത്രത്തോളം മികച്ചതായി? പ്രതിപക്ഷത്തിലെ നിയമസഭയിലെ പ്രവർത്തനം വളരെ ആശാവഹമായിരുന്നു. എല്ലാ വിഷയങ്ങളും, പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ അതിനെ കൊണ്ടുവന്ന് സർക്കാരിനെ പ്രതികൂട്ടിലാക്കേണ്ട വിഷയങ്ങളിൽ പ്രതികൂട്ടിലാക്കാൻ നിന്നിരുന്നു. പ്രതിപക്ഷ നേതാവിന് എത്ര മാർക്ക് കൊടുക്കുന്നത്? അല്ല, പ്രതിപക്ഷ നേതാവിന് ഫുൾ മാർക്ക് കൊടുക്കും, അത് സംശയമൊന്നുമില്ല. അല്ല, പ്രതിപക്ഷത്തെ മുഴുവൻ MLA-മാരും അവർ വളരെ ശക്തമായിട്ട് നിന്നു. പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു, മുൻ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. അവർ ടീമാണല്ലോ അവരിപ്പം. അവരെല്ലാം നന്നായിട്ട് നല്ല ഗൃഹപാഠം ചെയ്ത് സർക്കാരിൻ്റെ വീക്ക്നെസ്സുകളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് വന്നതാണ്. പിന്നെ പാർട്ടിയാണെങ്കിൽ, KPCC ആണെങ്കിൽ വളരെ പാർട്ടിയുടെ അടിത്തട്ടിലെ കമ്മിറ്റികൾ, ബൂത്ത് കമ്മിറ്റികൾ, BLA-മാർ പണ്ട് മുമ്പിൽ ചെയ്യാത്ത ഗൃഹപാഠങ്ങൾ, എക്സസൈസുകൾ പാർട്ടി റീജുനേറ്റ് ചെയ്യാൻ വേണ്ടി നടപടി സ്വീകരിച്ചു. പിന്നെ പഴയ കാലത്തിന് വ്യത്യസ്തമായിട്ട് നവീന ഇലക്ഷൻ രീതികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞങ്ങൾ ആ ഇലക്ഷൻ രീതികളിൽ പൊരുത്തപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ജനങ്ങളിൽ നിന്നും ഇൻപുട്ട് എടുത്തുകൊണ്ട് എന്താണ് ജനങ്ങളുടെ റിയൽ ഇഷ്യൂസ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇലക്ഷൻ ഏരിയയിൽ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കാൻഡിഡേറ്റ് ഫിക്സേഷൻ എല്ലാം പൂർണ്ണമായിട്ടും ശരിയായെന്ന് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും പറയാൻ പറ്റില്ല.